എന്നാലിത് വല്ലാത്തൊരു സംഭവമായിപ്പോയല്ലോടെ കണ്ണ. എന്ത് ചെയ്യാൻ ആനന്ദേട്ടാ, ആര് പറഞ്ഞാലും കേക്കില്ലല്ലോ. മേഘം വിളിക്കുന്നിടത്തേക്ക് ഒരു കാരണവശാലും കണ്ണേട്ടൻ പോവാൻ പാടില്ലായിരുന്നു. അവന് സംശയം തോന്നണ്ടെന്ന് കരുതിയാ ഞാൻ പോയത്. അവനങ്ങനെ ഞാൻ നടന്ന കാര്യം അറിഞ്ഞൂന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. പോലീസ്. എടാ, വിവരങ്ങൾ എന്തോ അറിഞ്ഞിട്ടാ പോലീസ് ഇങ്ങോട്ട് വരുന്നേ? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വരുന്നത്. അവരെന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അപകടത്തെ പറ്റി. പിന്നെ അറിയാമല്ലോ, മാർക്കോ എനിക്ക് പരിചയമുള്ള പയ്യനാണ്. എന്തായാലും അവന് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. മാർക്കോ എന്നോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കണ്ണൻ സഞ്ചരിച്ചിരുന്ന കാർ ഡ്രൈവ് ചെയ്തിരുന്നത് മേഘനായിരുന്നു അല്ലേ? അതെ. അതിനുശേഷം നിങ്ങളുടെ കാറിന് മുന്നിലൂടെ പോയിരുന്ന മാർക്കോയുടെ വണ്ടിയിൽ മേഘൻ കാർ കൊണ്ടുവന്ന് ഇടിക്കുകയായിരുന്നല്ലേ? അതെ സർ. ഇങ്ങനെ വീൽ ചെയറിലിരിക്കുന്ന കണ്ണന് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ലെന്നറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും മാർക്കോയെ മറ്റവൻ വകവരുത്തിയേനെ. മാർക്കോ പാറക്കല്ലെടുത്ത് അവന്റെ തലയ്ക്ക് അടിച്ചില്ലായിരുന്നെങ്കിൽ ഇതിനെല്ലാം സാക്ഷി കണ്ണനാ. അതുകൊണ്ടാ കണ്ണന്റെ മൊഴിയെടുക്കാൻ ഞാൻ വന്നത്. ഈ അവസ്ഥയിലുള്ള നിങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. മാർക്കോ പറഞ്ഞതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല സർ. എന്നതൊന്ന് നോട്ട് ചെയ്യടോ. അവനും കുറച്ച് സീരിയസ് ആണെന്നാണ് അറിഞ്ഞത്. ബോധമില്ലാത്തതുകൊണ്ട് കയറി കണ്ടില്ല. ഇനിയിപ്പോൾ അവൻ മരിച്ചു പോയാലും മാർക്കോയുടെ പേരിൽ വലിയ കേസൊന്നുമില്ല. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ അവന് മേഘനെ വീഴ്ത്തേണ്ടി വന്നത്. എന്തായാലും വീണ് കിടന്ന മാർക്കോയുടെ ദേഹത്തൂടെ മേഘൻ കാറ് കയറ്റി ഇറക്കാതിരുന്നത് നന്നായി. വാഹനം കൊണ്ട് തട്ടിച്ചാൽ ഏതു കരുത്തനും പിന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ശരിയാ സർ. പിന്നെ നിങ്ങൾ രണ്ടുപേരും വക്കീലന്മാരാണല്ലോ. ഇനിയിപ്പോൾ കേസും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോ. ഞങ്ങൾ ഞങ്ങളുടെ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു തരാം. എന്തായാലും മാർക്കോയെ ഇവിടുത്തെ സ്റ്റേഷനിലുള്ള പോലീസുകാർക്ക് നന്നായി അറിയാം. അവൻ ഒരിക്കലും ആരെയും മനഃപൂർവ്വം തല്ലാനും കൊല്ലാനൊന്നും പോവില്ല.